എവിടാ വീട്? തൃശ്ശൂരാണോ അതോ കോട്ടയത്താണോ? അറിഞ്ഞിട്ടെന്ത് വേണം? അല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടെന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. കൊള്ളാം, നല്ല വീട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെന്താ വാടക? അറിഞ്ഞിട്ടെന്ത് വേണം? ഇത് ചോദിച്ചെന്നേ ഉള്ളൂ. ഹസ്ബൻഡ് ഇപ്പൊ അറിഞ്ഞിട്ടെന്ത് വേണം? ഇതെന്താ ഒരേ ഉത്തരം ഇങ്ങനെ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനും മലയാളി, നിങ്ങളും മലയാളി. എന്നാ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് കരുതിയ ഇങ്ങനെ സ്വീകരണം. എനിക്ക് അത്രയും സൗകര്യമുള്ളൂ. തനിക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഒരു കാര്യമില്ലാതെ പരിചയമില്ലാത്ത വീട്ടുകാർ വന്ന് അലമ്പുണ്ടാക്കുന്നു. തനിക്കെന്താ വട്ടാണ്? അതെ, അതാണല്ലോ ഡോക്ടറെ കാണാൻ ഞാൻ വന്നത്. ഡോക്ടർമാരോടും കള്ളന്മാരോടും എല്ലാം തുറന്ന് പറയണമെന്നാണല്ലോ. സോറി, ഡോക്ടർമാരോടും വക്കീലന്മാരോടും ഒന്നും ഒളിക്കരുതെന്നാണല്ലോ. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രേമമാണ് എന്റെ പ്രശ്നം. അയ്യോ, പേടിക്കേണ്ട, ഡോക്ടറോടല്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. കല്യാണത്തിന് അവരുടെ വീട്ടുകാർ എതിർത്താലും എന്റെ വീട്ടുകാർ സമ്മതിക്കും. അതായിരിക്കും കാരണം അവൾക്ക് എന്നോട് ഇപ്പോ ഒരു അകൽച്ച. എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ മറക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ അഭിപ്രായം എന്താ? കുട്ടിയാണ് ഈ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്യും? ഇനി ഡോക്ടർക്ക് വല്ല സംശയം തോന്നിക്കാണുമോ? എന്താ, എനിക്ക് വട്ടാണെന്നോ? പിന്നെ നീയും റോസ്മേരിയും തമ്മിൽ പ്രേമമാണോ? തോന്നിയ എനിക്കെന്താ? നിനക്കൊന്നുമില്ല. ആ പെണ്ണാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണ്ടേ? എന്ത് ചെയ്യും? അവളെ ഇറക്കി വിടും. ഇറക്കി വിട്ടാൽ ഞാൻ വിളിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ. അർജുൻ, ആർ യു സീരിയസ്? യെസ്, ഐ എം ഡാം സീരിയസ്. രവി, നിനക്കറിയാലോ, 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ സിറ്റിയിൽ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ എന്റെ 5-8 കൊല്ലത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പെൺകുട്ടിയോടും എനിക്ക് ഈ താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ കാരണം. അവളെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാ അവൾ എന്റേതാകുമെന്ന്. വിവാഹത്തിന് വല്ല എതിർപ്പ് ഉണ്ടായാലോ? ഉണ്ടാകും, ഉണ്ടാവട്ടെ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. വളരെ ബുദ്ധിമുട്ടിയ പൊന്നുവനെ ഞാൻ അവളെ എന്റേതാക്കിയത്.